ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റി ഫിഫ്ത് സെമസ്റ്റർ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ആൽക്കഹോൾ ഫീനോൾസ് ഫിഫ്ത് സെമസ്റ്റർ ഓർഗാനിക് കെമിസ്ട്രിയിലെ ആൽക്കഹോൾ ഫീനോൾസ് ആൻഡ് ഈതേഴ്സിലെ ഫസ്റ്റ് 3 നെയിം റിയാക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന നെയിം റിയാക്ഷൻ ഏതാണെന്ന് അറിയാവോ? നോക്കിക്കേ, ലൂക്കാസ് ടെസ്റ്റ് ഇസ് നോട്ട് എ നെയിം റിയാക്ഷൻ. ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തതേ ഉള്ളൂ. ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ആൽക്കഹോൾസിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ലൂക്കാസ് ടെസ്റ്റ് കൂടുതലും ഡിസ്റ്റിങ്ഷ് ചെയ്യാനാണ്, ആൽക്കഹോൾ തമ്മിൽ ഡിസ്റ്റിങ്ഷ് ആണ് യൂസ് ചെയ്യുന്നത്. മെയർവിൻ പോൺട്രോഫ് ബെർലി റിഡക്ഷനും ബോൺവോൾട്ട് ബ്ലാങ്ക് റിഡക്ഷനും ഒരു നെയിം റിയാക്ഷൻ ആണ്, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസ്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ നോക്കുന്നത് ലൂക്കാസ് ടെസ്റ്റ്. ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കെമിക്കൽ ടെസ്റ്റ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി ആൽക്കഹോൾ. മെയിൻ ആയിട്ട് ഇടാ ലൂക്കാസ് ടെസ്റ്റ് വരുന്നത്. ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന റിയേജന്റ് അല്ലെങ്കിൽ ലൂക്കാസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ സിങ്ക് ക്ലോറൈഡ് ആണ്. Cl2 ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന റിയേജന്റ്. എന്ന് പറഞ്ഞാൽ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൽക്കഹോൾ തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ആണ് നമ്മൾ ലൂക്കാസ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കേ, ഇനി ഈ ലൂക്കാസ് ടെസ്റ്റില് നമ്മൾ ഈ ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ആൽക്കഹോളില് ഈ സിങ്ക് ക്ലോറൈഡിന്റെ പ്രസൻസില് നമ്മൾ ആൽക്കഹോളും ഹൈഡ്രജൻ ക്ലോറൈഡും ആഡ് ചെയ്തിട്ട് ലൂക്കാസ് റിയേജന്റെ പ്രസൻസിൽ നമ്മൾ ഈ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ക്ലൗഡിനെസ് തോന്നിയാൽ നമുക്ക് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇറ്റ് ഈസ് ടെറിഷറി ആൽക്കഹോൾ. പതിയെയാണ് ആ ക്ലൗഡിനെസ് വരണമെങ്കിൽ ഇറ്റ് ഇസ് സെക്കൻഡറി ആൽക്കഹോൾ. ക്ലൗഡിനെസ് ഇല്ലെങ്കിൽ ഇറ്റ് ഇസ് പ്രൈമറി ആൽക്കഹോൾ. ഓക്കെ, നമുക്ക് റിയാക്ഷൻ ലൂക്കാസ് ടെസ്റ്റിന്റെ റിയാക്ഷൻ എന്തെന്ന് നോക്കാം. കണ്ടോ, ഇതിൽ നിങ്ങൾ കണ്ടോ, ഇവിടെ ROH എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ ആണ് നമ്മളിവിടെ പറയുന്നത്. ആർ ക്യാൻ ബി എനി ഗ്രൂപ്പ്, മീഥൈൽ, ഈഥൈൽ, എന്ത് വേണമെങ്കിലും ആവാം. നമ്മൾ അതിൽ ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് സിങ്ക് ക്ലോറൈഡ്. സിങ്ക് ക്ലോറൈഡ് ആണ് ലൂക്കാസ് റിയേജന്റ്. നമുക്ക് എന്ത് കിട്ടും? RCl കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ OH ഉം ഈ H കൂടെ മാറിയിട്ട് വാട്ടർ ആയിട്ട് റിമൂവ് ആവും, പിന്നെ RCl ആവും. ഈ RCl ആണ് ക്ലൗഡിനെസ് തരുന്നത്. ഓക്കെ, ഈ RCl ആണ് ക്ലൗഡിനെസ് തരുന്നത്. ഓക്കെ, അതിൽ ഇമ്മീഡിയറ്റ് ക്ലൗഡിനെസ് ആണെങ്കിൽ ഇറ്റ് ഇസ് ടെറിഷറി ആൽക്കഹോൾ, സ്ലോ ക്ലൗഡിനെസ് ആണെങ്കിൽ ഇറ്റ് ഇസ് സെക്കൻഡറി ആൽക്കഹോൾ, നോ ക്ലൗഡിനെസ് ആണെങ്കിൽ ഇറ്റ് ഇസ് പ്രൈമറി ആൽക്കഹോൾ. ഓക്കെ, നെക്സ്റ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മെയർവിൻ പോൺട്രോഫ് ബെർലി റിഡക്ഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ. ഫസ്റ്റ് പോയിന്റ് ആണ്, ആൻഡ് ഇറ്റ് ഇസ് എ കെമിക്കൽ പ്രോസസ് that reduce. It is a Mervin Pondroff Burley reduction. It is a chemical process that reduces ketones and aldehydes to their corresponding alcohol using an aluminum alkoxide catalyst and a sacrificial alcohol. നിങ്ങൾ ഇതൊന്നും പഠിക്കണ്ട. ഇതിന് പകരം നിങ്ങളെ ടെക്സ്റ്റ് കിടക്കുന്ന ആ ഒരു പേര് മാത്രം പഠിച്ചാൽ മതി. അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡ് ഇൻ ഐസോപ്രോപ്പനോൾ, അത് മാത്രം പഠിച്ചാൽ മതി. അതിന്റെ ഇക്വേഷൻസോ ഫോർമുലാസോ ഒന്നും പഠിക്കണ്ട. ജസ്റ്റ് ആ ഒരു അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡ് ഇൻ ഐസോപ്രോപ്പനോൾ എന്ന കാര്യം മാത്രം പഠിച്ചാൽ മതി. അപ്പൊ എന്താണ് മെയർവിൻ പോൺട്രോഫ് ബെർലി റിഡക്ഷൻ? ഈ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പറയാം, ഇറ്റ് ഇസ് യൂസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസ്. പിന്നെ ഇറ്റ് ഇസ് എ റിഡക്ഷൻ. എന്താണ് റെഡ്യൂസ് ചെയ്യുന്നത്? ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും ആൽക്കഹോൾ ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് റിയാക്ഷൻ നോക്കാം. കണ്ടോ, ഇതാണ് മെർവിൻ പോൺട്രോഫ് ബെർലി റിഡക്ഷൻ. കണ്ടോ, ഇവിടെ നമ്മൾ കീറ്റോൺസ് ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡ് ആണ്. അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡ് താഴെ എഴുതിയിരിക്കുന്നു. ഇങ്ങനെയല്ല, അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡ് ഒരു റിയേജന്റ് ആണ്, ഇൻ ഐസോപ്രോപ്പനോൾ എന്നാണ് വരേണ്ടത്. അപ്പം എന്ത് ചെയ്യും? റിഡക്ഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ ഹൈഡ്രജൻ ആഡ് ആവും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആൽക്കഹോളായി മാറും. ആൽഡിഹൈഡ് ketone or aldehydes changes to alcohol. Okay, next reaction നോക്കാം. Okay, next reaction കുറച്ച് വലുതായി പോയി. ബോവോൾട്ട് ബ്ലാങ്ക് റിഡക്ഷൻ. വേറെ ഒന്നുമില്ല, മറ്റതുപോലെ തന്നെയാണ്. ആൽക്കഹോൾസിനെയോ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വീണ്ടും പറ്റിയിട്ടുണ്ട്. ഇത് ആൽക്കഹോൾ അല്ല, ഇത് ആൽഡിഹൈഡ് ആണ് വരേണ്ടത്. ആൽഡിഹൈഡിനെയാണ് ആൽക്കഹോളിലോട്ട് മാറ്റുന്നത്. It is not alcohol, it's aldehyde. അപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം.
The Bohr-Wald blank reduction is a chemical reaction that reduces aldehyde-നെ എന്തിലോട്ട് മാറ്റും? പ്രൈമറി ആൽക്കഹോൾസ് ആയിട്ട് മാറ്റും യൂസിങ് സോഡിയം മെറ്റൽ ആൻഡ് ആൻ ആൽക്കഹോൾ സോൾവെന്റ്. ഓക്കെ, സച്ച് എസ് എത്തനോൾ. ഞാൻ അത് റിയാക്ഷനിലൂടെ പറഞ്ഞുതരാം. ബോ-വോൾട്ട് ബ്ലാങ്ക് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഡിഹൈഡിനെ റെഡ്യൂസ് ആണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന റിയേജന്റ്? സോഡിയം മെറ്റൽ ഇൻ എത്തനോൾ. സോഡിയം മെറ്റൽ ഇൻ എത്തനോൾ. നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് alcohol. Okay, so aldehyde can be reduced to alcohol in the presence of the reagent sodium metal in ethanol. ഈ ഒരു റിയാക്ഷനെ പറയുന്ന പേരാണ് Bohr-Wald blank reduction. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇൻ ദ കമ്മിങ് ക്ലാസ്സസ് നമുക്ക് കുറച്ചും കൂടെ ആൽക്കഹോളിലുള്ള റിയാക്ഷൻസ് എന്താണ് കുറച്ചും കൂടെ ഉള്ള ഇതിലിപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കുറെ കാര്യം വീണ്ടും ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ആൽക്കഹോൾ, വിറ്റമയർ ടെസ്റ്റ്, കാറ്റലിറ്റിക് ഡീഹൈഡ്രേഷൻ, ഓക്സിഡേഷൻ ടെസ്റ്റ്, അത് മാത്രമല്ല കുറച്ചും കൂടെ നമുക്ക് പിനക്കോൾ പിനക്കലോൺ റീഅറേഞ്ച്മെന്റ് ഒക്കെ കുറച്ചും കൂടെ കൃത്യമായിട്ട് പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.